സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിന് പിന്നാലെ പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മണ്ഡലത്തിൽ സജീവമാക്കാനൊരുങ്ങി UDFിലെ ഒരു വിഭാഗം. കുടുംബശ്രീയുടെ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുത്ത രാഹുൽ നാളെ പിരായിരിയിലെ പൊതുപരിപാടിയിലും പങ്കെടുക്കും. സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിന് പിന്നാലെ 38 ദിവസം മാറി നിന്നതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത്. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് DYFIയും BJPയും പ്രഖ്യാപിച്ചു. എന്നാൽ മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ അപ്രതീക്ഷിതമായി എത്തി KSRTC പാലക്കാട് ബാംഗ്ലൂർ സർവീസിന്റെ ഉദ്ഘാടനവും നഗരസഭാ പരിധിയിലെ കുടുംബശ്രീയുടെ വാർഷികാഘോഷ പരിപാടിയിലും രാഹുൽ പങ്കെടുത്തു. രാഹുലിനെ ഒളിപ്പിച്ച് രഹസ്യമായാണ് ഓരോ പരിപാടികളിലും കോൺഗ്രസ് നേതാക്കൾ എത്തിക്കുന്നതെന്ന് DYFIയുടെയും BJPയുടെയും പരിഹാസം ഉയർന്നതോടെ പരമാവധി പ്രചാരണം നൽകി നാളെ രാഹുലിനെ പിരായിരിയിലെ റോഡ് ഉദ്ഘാടനത്തിൽ എത്തിക്കാനാണ് UDFിലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം. എന്നാൽ വിവാദങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങൾ ആവശ്യപ്പെട്ടാണ് രാഹുലിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതെന്നാണ് പിരായിരിയിലെ UDF നേതാക്കളുടെ പ്രതികരണം. ഓട്ടോമാറ്റിക് ആ പണി കഴിഞ്ഞപ്പോൾ തന്നെ പ്രദേശവാസികൾ നമ്മളെ പറയണ്ടായി MLA കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യണം പറഞ്ഞു. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഫണ്ട് തന്ന ആൾ MLA ആണ്. അപ്പം നമ്മളത് അവിടെ MLA കൊണ്ടുവന്ന് ഉദ്ഘാടനം പ്രദേശവാസികൾ എന്ത് പറയുന്ന ആ ഒരു കാര്യത്തിനും വാർഡിലെ ആൾക്കാർ എന്ത് പറയണോ അതിനാണ് വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത്. രാഹുലിനെ രഹസ്യമായി യോഗങ്ങളിലും പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയിലാണ്. പാർട്ടി നടപടി നേരിടുന്ന MLA പാർട്ടി സംവിധാനം ഉപയോഗിച്ച് പൊതുവേദികളിൽ എത്തിക്കുന്നത് ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. റിപ്പോർട്ടർ, പാലക്കാട്.